ഹായ് ഫ്രണ്ട്സ്, ചൂട് കൂടി വരുന്ന സാഹചര്യത്തിൽ നിങ്ങളുടെ വീട്ടിൽ എ സിക്ക് തണുപ്പ് കുറവുണ്ടോ എങ്കിൽ നമ്മുടെ വീട്ടിലെ എ സി നമുക്ക് തന്നെ എങ്ങനെ സർവീസ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഒരു എ സി ആണ്. ഇതിൻ്റെ ഫ്രണ്ട് ഡോറ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തതിന് ശേഷം ഇതാണ് ഇതിൻ്റെ അകത്ത് വരുന്ന എയർ ഫിൽട്ടർ. ഇതിൻ്റെ അകത്താണ് പൊടി എല്ലാം വന്നിരിക്കുമ്പോഴാണ് നമുക്ക് തണുപ്പിന് കുറവ് വരുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് മേലോട്ട് പുള്ളി ചെയ്യുക, അതിനുശേഷം വലിച്ച് എടുക്കുക. അതേ കണക്ക് തന്നെ ഇവിടെ ജസ്റ്റ് മുകളിലോട്ട് പുള്ളി ചെയ്യുക, വലിച്ചെടുക്കുക. ഇതിപ്പോൾ ഞാൻ 1 മാസത്തിനുള്ളിൽ ഒന്ന് കഴുകിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇത്ര വൃത്തിയായിട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ എ സിയിൽ ഇത് പൊടി ഉണ്ടെങ്കിൽ നിങ്ങളിത് നന്നായി വാഷ് ചെയ്ത് വൃത്തിയാക്കി എടുക്കുക. അതിനുശേഷം ഇതാണ് ഇതിൻ്റെ കണ്ടൻസ് കോയിൽ വരുന്നത്. ഈ കോയിലും നമുക്ക് പൊടി വന്നിട്ട് കട്ട പിടിച്ചിരിക്കുകയും നമുക്ക് തണുപ്പ് പ്രോപ്പറായിട്ട് വരാതിരിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്കിത് എങ്ങനെ വൃത്തിയാക്കാമെന്നൊന്ന് നോക്കാം. ആദ്യം നമുക്ക് ഉപയോഗശൂന്യമായ ഒരു ബ്രഷ് എടുക്കാം. ആ ബ്രഷ് കൊണ്ട് നന്നായി ഈ കോയിലിൽ ക്ലീൻ ചെയ്യാം. കോയിലടങ്ങി ഇരിക്കുന്ന എല്ലാ ഡസ്റ്റും നമുക്ക് ഇതേ കണക്ക് വലിച്ചും മാറ്റാം. അതോടൊപ്പം തന്നെ ഇതിൻ്റെ കോയിലിൻ്റെ മുകൾ ഭാഗവും ഇതേ കണക്കിന് നമുക്ക് വലിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ മൊത്തം വലിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഒരു ബോട്ടിൽ വെള്ളം എടുത്തിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കാരണം നമ്മൾ താത്തിയ അഴുക്കെല്ലാം ഈ സൈഡിൽ ഈ തറ ഭാഗത്ത് വന്ന് അടിഞ്ഞു കൂടിയിട്ടുണ്ട്. നമുക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതെല്ലാം നമ്മുടെ ഡ്രൈനേജ് ലൈനിൽ കൂടെ പുറത്ത് പോയിക്കോളും. നന്നായി വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഇവിടെ അഴുക്കൊന്നും കെട്ടി നിൽക്കില്ല. അതിനുശേഷം നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്ത ഫിൽറ്റർ ഇതിലേക്ക് പഴയ കണക്കിന് മുകളിലോട്ട് തള്ളിവിടുക. ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്യുക, തറയിലോട്ട് വലിക്കുക. അത് കണക്ക് ഇവിടെ മുകളിലോട്ട് കയറ്റി വയ്ക്കുക. ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്യുക, വലിച്ച് തറയിലോട്ട് വയ്ക്കുക. ഇപ്പോൾ ഏകദേശം എ സി സർവീസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പ്രോപ്പറായിട്ടുള്ള തണുപ്പ് ഇതിൽ നിന്നും ലഭിക്കും.